നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം പിലാത്തറയിൽ ഒരു കാർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിൽ കാർ ഉടമയുടെ മൊഴി ഇന്നെടുക്കുന്നുണ്ട്. സംഭവ സമയത്ത് കാർ ഉടമ കാറിൽ ഉണ്ടായിരുന്നില്ല. ഉടമ മംഗലാപുരത്തു നിന്നും ട്രെയിൻ മാർഗമാണ് തലശ്ശേരിയിലെത്തിയത്. ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഈ കാർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് ആളുകൾക്കിടയിലൊക്കെ വലിയൊരു ഭീതി പരത്തിയിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും അതിലിപ്പോഴും ഒരു വ്യക്തത, കണക്ടിംഗ് ലിങ്ക് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അപ്പോൾ നിലവിൽ നിന്ന് ഉടമയിൽ നിന്ന് മൊഴിയെടുക്കുന്നതോടുകൂടെ എന്താണ് ഉണ്ടായതെന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണോ പോലീസിന്റെ പ്രതീക്ഷ? സലാം. അതാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ഇന്ന് 9 മണിക്ക് തന്നെ ഉടമയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉടമയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷമായിരിക്കും പോലീസിന് കുറേ ദുരൂഹതകൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ആ ദുരൂഹതകൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു വ്യക്തത വരും. നിലവിൽ ഈ ഡ്രൈവറും മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള കുമാർ ജനതർ നിഗവുമാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴികളൊന്നും തന്നെ പോലീസ് നിലവിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടമാണെങ്കിൽ ദേശീയപാതയ്ക്ക് സമീപം അല്ലെങ്കിൽ ദേശീയപാതയിലൂടെയാണ് വാഹനം വന്നിരുന്നത്. അതിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കണം കാർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്നാൽ ഇത് കുറെ കൂടി മാറി മറ്റൊരു സ്ഥലത്ത് പിലാത്തറയിൽ വെച്ചാണ് ഈ കാറ് കാണപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ഈ കാറുണ്ടായിരുന്നവർ തയ്യാറായിട്ടില്ല. പിന്നാലെ 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അങ്ങനെ ആ ചെറിയൊരു അളവ് സ്വർണത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഈ രീതിയിലുള്ള വലിയ ആക്രമണം നടത്തുമോ എന്നുള്ള കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഉടമയെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഉടമയുടെ മൊഴി എടുക്കുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഈ കാറിൽ വരേണ്ടയാളാണ് ഈ ഉടമയും. എന്നാൽ ഈ അസുഖ കാരണം പറഞ്ഞുകൊണ്ട് പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാരണം അസുഖമാണെന്നാണ്. അങ്ങനെ ഒരു കാരണം പറഞ്ഞ് മഹാരാഷ്ട്രയിൽ നിന്നും ബസ് മാർഗമാണ് ആദ്യം മംഗലാപുരത്ത് എത്തുന്നത്. പിന്നീട് അവിടുന്ന് ട്രെയിൻ മാർഗം ഇദ്ദേഹത്തിന്റെ വീടായിട്ടുള്ള തലശ്ശേരിയിലേക്ക് എത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാറിലൂടെയുള്ള ഒരു യാത്ര ഒഴിവാക്കി ബസ്സിലൂടെയും ട്രെയിനിലൂടെയും യാത്ര ചെയ്യാൻ ഉടമ തയ്യാറായത്? അതിനെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. 2 ഇന്നോവ കാറുകളിലെത്തിയ സംഘം 6 സംഘം ആക്രമിച്ചു. തങ്ങളിൽ നിന്നും പണവും അല്ലെങ്കിൽ 25 ഗ്രാം സ്വർണവും അപഹരിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ അത്തരത്തിൽ 25 ഗ്രാം സ്വർണത്തിന് വേണ്ടി മാത്രം ഈ രീതിയിലുള്ള വലിയ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമായും ഈ കാറുടമ അശോക് കുമാർ എന്നയാൾ സ്വർണ്ണ വ്യാപാരിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലൂടെ ഏതെങ്കിലും സംഘം, സാധാരണ കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളൊക്കെ തന്നെ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെയാണ് പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 9 മണിയോടുകൂടി ഈ ഉടമ അശോക് കുമാറിനോട് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മൊഴി എടുക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.